മികവിനുള്ള പുരസ്കാരത്തിനർഹമായി വീണ്ടും എളവള്ളി ഗ്രാമപഞ്ചായത്ത്. സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫി അവാർഡ് പ്രഖ്യാപനത്തിൽ സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ ഗ്രാമപഞ്ചായത്തായി എളവള്ളി ഗ്രാമപഞ്ചായത്തിനെ തിരഞ്ഞെടുത്തു. ഇതിനു പുറമെ മഹാത്മാ പുരസ്കാരത്തിൽ തൃശൂർ ജില്ലയിലെ 2ാം സ്ഥാനവും എളവള്ളി ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു. 2024-25 വർഷത്തെ സ്വരാജ് ട്രോഫിയുടെ ഭാഗമായി 40 ലക്ഷം രൂപയും പ്രശംസാ പത്രവും ഫെബ്രുവരി 19 കണ്ണൂരിൽ വെച്ച് നടക്കുന്ന തദ്ദേശ ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും സ്വീകരിക്കും. 2020-2021 വർഷത്തിലും എളവള്ളി ഗ്രാമപഞ്ചായത്തിന് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് തുടർച്ചയായി ജില്ലയിലെ 1ാമത്തെ പഞ്ചായത്തായും എളവള്ളി മാറി. ഗ്രാമപഞ്ചായത്ത് മുൻ ഭരണസമിതികളും ഇപ്പോഴത്തെ ഭരണസമിതിയും ജീവനക്കാരും വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളും എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളും ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മറ്റു വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നേട്ടം കൈവരിക്കാൻ എളവള്ളി ഗ്രാമപഞ്ചായത്തിനാകുന്നത്. ഡയപ്പർ ഡിസ്ട്രോയർ, ബെഡ്സ് സ്കൂൾ, സായം പ്രഭ ഹോം, ഹെലിപാഡ്, സ്മാർട്ട് അങ്കണവാടികൾ, വനിതാ ജിംനേഷ്യം, ജനകീയ ഹോട്ടൽ, ആയുർവേദ സബ് സെന്റർ, ജൈവ വൈവിധ്യ പാർക്ക്, ലൈഫ് ഭവന പദ്ധതിക്ക് സ്ഥലം വാങ്ങൽ, ജലസംരക്ഷണ പദ്ധതികൾ, നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കൽ, എളവള്ളി ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ നവീകരണം, ചിൽഡ്രൻസ് പാർക്ക്, കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂൾ നവീകരണം തുടങ്ങി 30-ൽ പരം വിവിധ പദ്ധതികളാണ് സ്വരാജ് ട്രോഫി പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. തൊഴിലുറപ്പ് മേഖലയിലെ മികച്ച രീതിയിലുള്ള പ്രവർത്തനത്തിനാണ് മഹാത്മാ പുരസ്കാരത്തിന് തൃശൂർ ജില്ലയിൽ 2ാം സ്ഥാനം ലഭിച്ചത്. റോഡുകളുടെ നിർമ്മാണവും ജലസംരക്ഷണത്തിന്റെ ഭാഗമായി കുളങ്ങൾ നിർമ്മിച്ചതും ചിട്ടയായ പ്രവർത്തനങ്ങളും പുരസ്കാര നേട്ടത്തിന് കാരണമായിട്ടുണ്ട്.